വെറും 6490 രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു ഓപ്ഷനാണ്, ഒന്ന് പരിഗണിക്കാം. 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡുവൽ സ്പീക്കർ ഉണ്ട്, IP54 റേറ്റിംഗ് ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്, 15 വാട്ട് ചാർജിംഗ് ഉണ്ട്, ചാർജർ ബോക്സ് കിട്ടുന്നുണ്ട്, കേസ്, സ്ക്രീൻ ഗാർഡ് എല്ലാം ഉള്ള ഫോൺ 6490 രൂപ. നന്നായിട്ട് തോന്നുന്നില്ലേ? ആ പ്രൈസിൽ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, ഞാൻ വീഡിയോയിൽ പറയാം. ഈ വിലയ്ക്കൊരെണ്ണം നോക്കുന്നുവെങ്കിൽ ഒന്ന് അറിഞ്ഞിരുന്നോളൂ. ടെക്നോയുടെ പോപ്പ് 9 എന്ന് പറയുന്ന ഫോണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഒരു ലുക്ക്. അത്യാവശ്യം കാണാനൊക്കെ നല്ല വൃത്തിയുള്ള ഡിസൈനാണ്, യാതൊരു പരാതിയും പറയാനില്ല. എല്ലാ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ 5 ഹോൾ ക്യാമറ സെറ്റപ്പുള്ള മോഡേൺ ലുക്കുള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡീസൻറ്റ് ഫോണാണ് പറയാം. ഇതിനെക്കുറിച്ച് അതിന് മുമ്പ് ബോക്സിൽ ഫോണിൻ്റെ പുറകിൽ ഒട്ടിക്കാനുള്ള ഒരു തരം സ്റ്റിക്കർ അടക്കമാണ് വരുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ സ്റ്റിക്കറൊക്കെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടെങ്കിൽ ഇതിനകത്ത് കേസ് ഉണ്ട്, കേസ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനൊപ്പം തന്നെ ചാർജിംഗ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലിരിക്കുന്ന ചാർജർ 10 വാട്ടിന്റെയാണ്, പക്ഷേ ഫാസ്റ്റ് ചാർജർ കയ്യിലുണ്ടെങ്കിൽ 15 വാട്ടിന്റെ ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോണിലേക്ക് വരാം. ഈ കാണുന്നതാണ് ടെക്നോയുടെ പോപ്പ് 9 എന്ന് പറയുന്ന ഫോൺ. സോ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ ഞാൻ നേരത്തെ കാണിച്ചു, എല്ലാ വശങ്ങളും കാണിച്ചു. കാണാൻ നല്ല ഭംഗിയുള്ള ഡീസന്റ് ആയ ലുക്കുള്ള ഫോണാണ്. ഫ്രണ്ടിലൊക്കെ 5 ഹോൾ ക്യാമറയും നല്ല ഡിസ്പ്ലേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡിസ്പ്ലേ 6.67 ഇഞ്ച് വരുന്ന 90 ഹെർട്സിന്റെ HD+ ഡിസ്പ്ലേ ആണ്. 480 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. ഈ പ്രൈസിനൊക്കെ ഈ ഒരു ബ്രൈറ്റ്നസ് തന്നെയാണ് വരിക. സൺലൈറ്റിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റുന്നല്ല, ഒരു ശരാശരി രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രൈസിന് വരുന്ന ഫോണുകളിൽ കാണുന്ന രീതിയിൽ വൃത്തിയായിട്ട് കാണാൻ പറ്റും. വിഷ്വൽ ക്വാളിറ്റിക്കൊന്നും വേറെ യാതൊരു ഇഷ്യൂ ഇല്ല. വീഡിയോസ് ഒക്കെ ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നൈസായിട്ട് കാര്യങ്ങളൊക്കെ കാണാം. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ. നന്നായിട്ടുണ്ട്. 8.5 mm ആണ് തിക്നെസ്, 188 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സ്പീക്കർ വരുന്നുണ്ട്, IP54 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. ഡുവൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ ഭയങ്കര സൗണ്ട് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾ കേൾക്കാം. കണ്ടോ, ഭയങ്കര ലൗഡല്ല, പക്ഷേ ഡുവൽ സ്പീക്കറിന്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്കത് ഈ പ്രൈസിന് കിട്ടുന്നുള്ളത് നല്ല കാര്യമാണ്. ഇനി ഇതിന്റെ ക്യാമറ, ഇതിന്റെ മെയിൻ ക്യാമറ 13 മെഗാപിക്സലാണ്, സെൽഫി ക്യാമറ 8 മെഗാപിക്സലാണ്. ഈ ഒരു പ്രൈസിലെ ക്യാമറ എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം പ്രതീക്ഷിക്കേണ്ട. ഞാൻ എടുത്ത 1-2 സെൽഫികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ എങ്ങനെയുണ്ട് ഈ സെൽഫി ക്യാമറ ഫോട്ടോസ്? നിങ്ങൾക്ക് കൊള്ളാവോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതേപോലെ മെയിൻ ക്യാമറ കൊണ്ട് എടുത്ത 1-2 ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലാണ് ഫോട്ടോസ് വരുന്നത്. ഈ ഒരു പ്രൈസിലെ ഫോൺ ആയതുകൊണ്ട് അയ്യോ ഇത് കൊള്ളൂല എന്നൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യത്തിന് ഇത് ഉപകരിക്കുമോ നോക്കുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. വീഡിയോ, ഞാൻ എടുത്ത സെൽഫി വീഡിയോയും മെയിൻ ക്യാമറ വീഡിയോ ഒക്കെ ഫുൾ HD വീഡിയോകളാണ്. അതൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിൽ കിട്ടിയിരിക്കുന്ന വീഡിയോ ആൻഡ് ഫോട്ടോ ക്വാളിറ്റി. നിങ്ങൾക്കിത് മതിയാവോ എന്നുള്ളത് നോക്കുക. കാരണം ഈ പ്രൈസിന് നമുക്ക് വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാനില്ല. എങ്കിലും നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, നമ്മളൊരു ഫോൺ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഫോട്ടോ കിട്ടണമെന്ന്. ഇതാണ് കിട്ടുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളൂ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആണ്. MediaTekന്റെ G50 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. വലിയ മാരക പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. മിനിമം ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ നൈസായിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സ്മൂത്താണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻ കൊണ്ട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഈ സ്മൂത്ത്നെസ് ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ മോഡലിന് 3 GB റാം 64 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും മിനിമം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കണ്ടമാനം ആപ്ലിക്കേഷൻ കുത്തി നിറച്ചിട്ട് സ്മൂത്ത് ഇല്ല എന്ന് പറയരുത്. ഇത് ഏറ്റവും മിനിമം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും എടുക്കാം. 3 GB റാമിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ റാം കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, വിർച്വൽ റാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുവഴി 3 GB കൂടി ആഡ് ചെയ്യാം. അങ്ങനെ 6 GB റാമിൻ്റെ ഫോൺ എന്ന പോലെ ഉപയോഗിക്കാം. ഒറിജിനൽ റാം 3 GB എന്ന് പറയുന്നത് LPDDR4X റാം തന്നെയാണ്. അത് നല്ല സെറ്റപ്പാണ്. Android 14 Go, iOS 14 ഈ സെറ്റപ്പിലാണ് ഇത് വരുന്നത്. 3 വർഷത്തെ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ്, ലാഗ് ഇല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ്, 15 വാട്ടിന്റെ ചാർജറാണ്. ഇതിൽ ചാർജിംഗ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജർ ബോക്സിൽ 10 വാട്ടിന്റെയാണ്, ഞാൻ തുടക്കത്തിലേ കാണിച്ചായിരുന്നു. സോ അപ്പോൾ അതാണ് ഈ ഒരു ഫോണിന്റെ സെറ്റപ്പ്. സ്റ്റാർലൈറ്റ് ബ്ലാക്ക്, ഗ്ലിറ്ററി വൈറ്റ്, ലൈം ഗ്രീൻ, ഇങ്ങനെ 3 കളറിലാണ് ഇത് വരുന്നത്. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ കാര്യങ്ങളും പരിഗണിച്ചു. നമ്മൾ 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ, 5 ഹോൾ ക്യാമറ സെറ്റപ്പ്, എല്ലാ ഘടകങ്ങളും നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോൾ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമുണ്ട്, ഡുവൽ സ്പീക്കർ ഉണ്ട്. എല്ലാ ഘടകങ്ങളും നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോൾ 6499 രൂപയ്ക്ക് ഇത് അടിപൊളിയാണല്ലോ എന്ന് തീർച്ചയായിട്ടും തോന്നും. അങ്ങനെ തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ചില കാര്യങ്ങളുണ്ട് എന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 4G ഫോണാണ്. കാരണം 5Gയുടെ സമയമാണ്, 5G എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ബഡ്ജറ്റ് ഒട്ടുമില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് ഈ 6499 സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുള്ളത് ഇതാണ്. ഒരു ഓപ്ഷൻ, വേറെയും ഓപ്ഷൻസ് ഉണ്ടാവാം, ചെക്ക് ചെയ്യാം. എന്തായാലും ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള സെറ്റപ്പ് ഒക്കെ ഈ പ്രൈസിന് തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 5G വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ ടെക്നോ പോപ്പ് 9 5G എന്ന് പറഞ്ഞ വെർഷൻ വേറെയുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കണ്ടു നോക്കണമെങ്കിൽ കണ്ടു നോക്കാം. താല്പര്യമുള്ളവർക്ക് അതെടുക്കാം.
ഇത് വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. സോ അത്രയുമാണ് ടെക്നോ പോപ്പ് 9 എന്ന് പറയുന്ന ഈ ഫോണിന്റെ ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.